നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. പ്രകൃതിയുടെ മുറിപ്പാടാകുമായിരുന്ന ക്വാറിയിൽ നാടൻ തൈകളും ബലവൃക്ഷങ്ങളുമായി പച്ചപ്പിന്റെ വിരുന്നൊരുക്കിയ അതിമനോഹരമായ കാഴ്ചയുണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ. നെടിയിരുപ്പുചിറയിൽ KM കോയാമുവിന്റെ 40ഓളം ഏക്കർ വരുന്ന ക്വാറി പ്രദേശമാണ് കൊടും വനവും തൈ ഉൽപാദന കേന്ദ്രവുമാക്കി പുനഃസൃഷ്ടിച്ചത്. നമ്മൾ കരിങ്കൽ കോറിയായിരുന്നു 1992 മുതൽ ചിറയിൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി എന്ന കരിങ്കൽ കോറിയായിരുന്നു. ആ കരിങ്കൽ കോറി നമ്മൾ ഗവൺമെൻറ് ലൈസൻസോട് കൂടി നടത്തിയതാണ്. അപ്പോൾ അത് പുതിയ നിയമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം വരും തോന്നിയപ്പോൾ 19/1/2024 ലൈസൻസ് കാലാവധി കഴിഞ്ഞപ്പോൾ കോറി നിർത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ മുന്നോടിയായി തൊഴിലാളികൾക്കൊരു തൊഴിലും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത്. 3 വർഷത്തെ കഠിനാധ്വാനമാണ് ചിറയിൽ അഗ്രോ ഫാമിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഫലമാവട്ടെ അപൂർവങ്ങളായ അനേകം ബലവൃക്ഷ തൈകളും. കരിങ്കൽ കോറി തൂർത്ത് നഴ്സറി തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു തുടങ്ങിയ ഫലവൃക്ഷ തൈകളൊക്കെ നമ്മൾ നേരത്തെ വെച്ച് പിടിപ്പിച്ചിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലയറിങ് തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരു നഴ്സറിക്ക് നമ്മൾ തീരുമാനിക്കുകയും ഏകദേശം 60ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് നഴ്സറിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നാടൻ തൈകളും നാട്ടിലുണ്ടാവുന്ന വിദേശ ഫലവൃക്ഷങ്ങളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച മറ്റ് സസ്യങ്ങളുമാണ് കോയാമു കൃഷി ചെയ്യുന്നത്. വിവിധയിനം കവുങ്ങുകൾ, മാവുകൾ, പ്ലാവുകൾ, ബട്ടർ, റംബുട്ടാൻ, ഓറഞ്ച്, ജാതിക്ക, വിവിധയിനം കുരുമുളക് തുടങ്ങി അനേകമുണ്ട് വിഭവങ്ങൾ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് പൊതുവെ മലബാർ മേഖലയിൽ 250ഓളം നഴ്സറികൾക്ക് നമ്മൾ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫലവൃക്ഷ തൈകൾ നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷ തൈകളെ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മാവിൽ തന്നെ 4 മുതൽ 8 വരെ വ്യത്യസ്ത മാത്തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള മാവിൻ തൈകൾ വെച്ച് പിടിപ്പിക്കാനും സൗകര്യമുണ്ട്. മലബാറിലെ നഴ്സറികൾ സമീപകാലം വരെ മണ്ണൂത്തിയിൽ നിന്നാണ് തൈകൾ കൊണ്ടുവന്നിരുന്നത്. മണ്ണൂത്തിയിലാകട്ടെ പലതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ്. നമ്മുടെ നാട്ടിൽ കായ്ച്ചിട്ടുള്ള അവക്കാഡോ, ബട്ടർ കണ്ടെത്തി അതിൽ നിന്ന് തൈകൾ സയൻസ് സംഭരിച്ച് ബട്ടർ അല്ലെ അവക്കാഡോ രണ്ടുപേരും ഇതിന് പറയും. അത് ടോപ്പിക്കൽ ആയിട്ടുള്ള ചൂട് കാലാവസ്ഥയിൽ വന്ന ബട്ടർ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടി മാവുകൾ, ഒരു മാവിൽ തന്നെ 5-6 വെറൈറ്റി മാവുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. മലബാറിൽ ഏതാണ്ട് 600 നഴ്സറികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 200ഓളം നഴ്സറികൾ ഇപ്പോൾ ചിറയിൽ അഗ്രോ ഫാമിനെ സമീപിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തൈകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം. ക്വാറി ഉയർത്തിയും നിരത്തിയുമാണ് ഈ പ്രദേശത്തെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. 1 ഏക്കർ വരുന്ന ക്വാറി ഭാഗത്ത് ആവശ്യത്തിനുള്ള വെള്ളം സംഭരിച്ചിരിക്കുന്നു. 3 ഏക്കർ സ്ഥലം വൈവിധ്യമാർന്ന മരങ്ങളുള്ള കാടാക്കി മാറ്റി. 6 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഫലവൃക്ഷ തൈകളുടെ ഉൽപ്പാദനം നടക്കുന്നു. 7 ഏക്കർ സ്ഥലം പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു. കൂടാതെ മീൻ കൃഷിയും ഇവിടെ നടക്കുന്നു. അതേപോലെ മണ്ണിര കമ്പോസ്റ്റും വർമി വാഷും, അതായത് മണ്ണിര വാഷും മണ്ണിര കമ്പോസ്റ്റും ഉപയോഗിച്ചാണ് നമ്മൾ വളം ഉണ്ടാക്കിയിട്ടാണ് വളം ഉപയോഗിക്കുന്നത്. അതുപോലെ മീൻ വളർത്തുന്നുണ്ട്. മീനിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കരിങ്കൽ കോറിയിലുള്ള വെള്ളം ആണ് ഉപയോഗപ്പെടുന്നത്. ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് വെള്ളം നിൽക്കുന്നുണ്ട്. ആ വെള്ളം ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ കോറി പ്രദേശം എന്ന് പറയുമ്പോൾ ചൂട് കാലാവസ്ഥ, ചൂട് ഉള്ള സ്ഥലമാണ്. അത് ഈ തൈകൾക്ക് വേറെ വളർച്ചയ്ക്ക് പ്രധാനം ഉണ്ടാകും. നമ്മൾ ഷെയ്ഡൊന്നും കൊടുക്കാതെ ചൂട് കാലാവസ്ഥയിൽ തന്നെ വെയിൽ കൊണ്ടിട്ടാണ് തൈകളൊക്കെ വളർത്തുന്നത്. വൈവിധ്യമാർന്ന ഫലവൃക്ഷങ്ങളും പഴങ്ങളും ഉൾപ്പെടെ 10 ലക്ഷത്തിലധികം തൈകൾ പ്രതിവർഷം വിൽപ്പന നടത്തുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റും മീൻ വെള്ളവും വെർമി വാഷുമാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാസവളത്തിന്റെ ഉപയോഗം കാര്യമായി ആവശ്യമില്ല. ക്വാറി പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അന്നത്തെ തൊഴിലാളികളെ എന്തു ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയം ഉദിച്ചതെന്ന് ഉടമ പറയുന്നു. ഇപ്പോൾ 60 തൊഴിലാളികളുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുമായിരുന്ന ഭൂമിയാണ് ചിട്ടയോടെ ക്രമപ്പെടുത്തി മനോഹരമായ തൈ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മൾ കോമാങ്ങ, അതേപോലെ തന്നെ തേങ്ങാമാങ്ങ, മൂവാണ്ടൻ, ഒളോറ്, അതുപോലെ നമ്മുടെ കുളമ്പ് തുടങ്ങിയ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചക്കരക്കുട്ടി
തുടങ്ങിയിട്ടുള്ള വിവിധ ഇനം നാട്ടിലെ പഴയകാലത്തുള്ള മാവുകളൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ബഡും ഗ്രാഫ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേൻ വരിക്ക, മുട്ടൻ വരിക്ക, സിംഗപ്പൂർ വരിക്ക, നമ്മുടെ നാട്ടിലെ പഴയ തരം പ്ലാവുകൾ നമ്മൾ കണ്ടെത്തി അത് ബഡും ഗ്രാഫ്റ്റും ചെയ്ത് ബഡ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. പ്രകൃതി ദിനത്തിലും അല്ലാതെയും പ്രകൃതിയുടെ ഈ കൗതുകോദ്യാനം കാണുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ഇവിടെ സന്ദർശനം നടത്താറുണ്ട്. എയർ1 ന്യൂസ്, നെടിയിരുപ്പ്. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.